നിലമ്പൂരിൽ ഇന്ന് കാണുന്ന റോഡുകൾ, പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരൻ ഡൗസൺ. ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് ഉദ്യോഗസ്ഥനായ ഡൗസൺ നിർമ്മിച്ച റോഡുകളുടെയും പാലങ്ങളുടെയും ബംഗ്ലാവുകളുടെയും ഒക്കെ വലിയ കഥകളിലേക്ക്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ബ്രിട്ടീഷ് വംശജനായ ES ഡോസിൻ്റേത്. 1930കളിൽ നിലമ്പൂരിലെത്തി നിലമ്പൂരിലെ റോഡുകളും പാലങ്ങളും നിർമ്മിച്ച വ്യക്തിയാണ് ES ഡോസൻ. ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ES ഡോസൻ. നീണ്ട 15 വർഷക്കാലമാണ് ES ഡോസൻ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തത്. അതിൽ 10ലധികം വർഷം നിലമ്പൂരായിരുന്നു ഡോസന്റെ തൊഴിലിടം. ഈ കാലയളവിലാണ് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട റോഡുകളും പാലങ്ങളും ES ഡോസൻ നിർമ്മിച്ചത്. ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ഡൗസൻ നിർമ്മിച്ച റോഡുകളും പാലങ്ങളും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് നിലമ്പൂർ തേക്കിനെ നാടുകടത്താനായിരുന്നു. കനോലി സ്ഥാപിച്ച തേക്ക് തോട്ടങ്ങളിൽ നിന്നുള്ള തേക്കുമരങ്ങൾ അങ്ങനെ നിലമ്പൂരിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. 1930 ശേഷം 2ാം ലോക മഹായുദ്ധത്തിലടക്കം നിലമ്പൂർ തേക്ക് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ഡൗസൻ എന്ന എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ സഹായത്തോടെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് വനം വകുപ്പിന് എഞ്ചിനീയറിംഗിന് ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസ് എന്നാണ് അറിയപ്പെടുക. അതിലെ ഒരു എഞ്ചിനീയറായിരുന്നു ഈ പറഞ്ഞ ഡോസൻ. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ചെറുപുഴ കടന്നു പോകാൻ ഒരു പാലം നിർമ്മിച്ചു. അത് 1931ലാണ്. അതിനുശേഷമാണ് അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയിട്ട് കരിമ്പുഴയ്ക്ക് കുറുകെ 2ാമത്തെ പാലം നിർമ്മിച്ചത്. അത് 1933ലാണ്. നിലമ്പൂരിൽ ഡൗസന്റെ ഇഷ്ടസ്ഥലമായിരുന്നു നെടുങ്കയം. നെടുങ്കയത്തെ ഈ ബംഗ്ലാവിലാണ് നിലമ്പൂരിൽ ആദ്യാവസാനം ഡൗസനും കുടുംബവും താമസിച്ചിരുന്നത്. 1920 നിർമ്മിച്ച ഈ ബംഗ്ലാവ് 2017 വനം വകുപ്പ് ഏറ്റെടുത്ത് പുതുക്കി പണിതു. 2017 മുതൽ വനം വകുപ്പിന് കീഴിലുള്ള ഈ ബംഗ്ലാവിനെ ഡൗസൻ ബംഗ്ലാവ് എന്നാണ് വിളിക്കുന്നത്. ആയിരത്തി 1938 തന്റെ 41ാം വയസ്സിലാണ് ഡൗസൻ എന്ന വിശ്വവിഖ്യാത എഞ്ചിനീയർ മരണപ്പെടുന്നത്. നെടുങ്കയത്ത് കുളിക്കുന്നതിനിടെയാണ് ഡൗസൻ മരണപ്പെട്ടത്. ഡൗസന്റെ ഇഷ്ടാനുസരണം ഡൗസൻ ഇഷ്ടപ്പെട്ട ഇവിടെ തന്നെ ഡൗസന്റെ മൃതശരീരം സംസ്കരിക്കുകയായിരുന്നു. ഡൗസന്റെ ഓർമ്മയ്ക്കായി ഇന്നും ഈ ശവകുടീരം ഇവിടെ സംരക്ഷിച്ചു പോകുന്നു. ക്യാമറ പേഴ്സൺ അദീഷിനും പ്രണവിനുമൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.